ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു സലിം കുമാർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം മലയാളികളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗ വാർത്ത ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് 56-57 വയസ്സിനടുത്തേ ഉള്ളൂ. ഒരു വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളൊന്നുമല്ല. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു രോഗം, ആ ഒരു രോഗം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു രീതിയിൽ മരണപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണാനന്തര കാര്യങ്ങളെല്ലാം നടന്നു. അദ്ദേഹത്തെ കാണാനായിട്ട് ഒരുപാട് സിനിമാ മേഖലയിൽ നിന്നും അതുപോലെ തന്നെയുള്ള ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നല്ല രീതിയിൽ തിരക്കായിരുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ചന്തു മാധ്യമങ്ങളോട് കയർക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമാണ്. അതായത് ആ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ചടങ്ങുകൾ, അതായത് മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഉള്ള ഓൺലൈൻ മീഡിയാസും എല്ലാം കൂടെ കുത്തി അങ്ങ് ഇടിച്ച് കയറിയിട്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചടങ്ങ് ചെയ്യാൻ ഒന്നും തന്നെ പറ്റാത്തൊരവസ്ഥ. അവസാനം സഹികെട്ട് സലിം കുമാറിൻ്റെ മൂത്ത മകൻ പ്രതികരിച്ചു എല്ലാവരോടും. അതായത് ഈ മാധ്യമങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതിനെടുത്ത് പൊക്കിക്കൊണ്ട് വന്ന് ഇപ്പോൾ കുറേ എണ്ണങ്ങൾ അങ്ങ് കമൻ്റ് ഇടുവാണ്. മകൻ ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ, ഇവൻ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പയ്യനെതിരായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. കണ്ടല്ലോ, ഇതാണ് സംഭവം. ആ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും അങ്ങനെ പ്രതികരിക്കത്തുള്ളൂ. കാരണം രാവിലെ മുതൽ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൃതശരീരം കാണാനായിട്ട് ഒരുപാട് ആൾക്കാരെത്തുന്നുണ്ട്. അതുപോലെ മീഡിയക്കാർക്കും എല്ലാവരും അതിനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ചടങ്ങുകൾ പോലും ചെയ്യാൻ സമ്മതിക്കാതെ വീണ്ടും ഈ മീഡിയക്കാർ തള്ളി കുത്തി അങ്ങ് കയറുവാണ്. അവർക്ക് അതിൻ്റേതായ ചടങ്ങുകൾ ചെയ്യണ്ടേ, അതിനും പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ പിന്നെ ഏത് രീതിയിൽ ആ പയ്യൻ പ്രതികരിക്കണം? മിണ്ടാതെ നിൽക്കണമായിരുന്നോ? പോലീസുകാരുണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അവസാനം ഈ ഒരു പയ്യൻ ഈ രീതിയിൽ പ്രതികരിച്ചു. അതിന് ഇപ്പോൾ ഈ ഒരു പയ്യനെ പറയാവുന്ന അപരാധങ്ങൾ മൊത്തം കമൻറ്റിലൂടെ ഒരേ ആൾക്കാർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രത്തോളം ആൾക്കാർക്കൊന്നും സാമാന്യ ബുദ്ധിയും ബോധവും ഇല്ലേ? അവരാണെങ്കിൽ ഇപ്പം മക്കളായിക്കോട്ടെ, അല്ലെ ഭാര്യ, കുടുംബം, ബന്ധുക്കാരെല്ലാവരും തകർന്ന് നിൽക്കുകയാണ്. അതിലുപരി ഈ പറയുന്ന മക്കൾക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലെ അവർക്ക് അറിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഈ ഓൺലൈൻ ചാനലുകാർ മൊത്തവും കൂടെ തള്ളി തിക്കും തിരക്കും വെച്ച് അങ്ങ് കയറുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? ഈ കമൻ്റ് ഇടുന്നവരൊന്ന് ചിന്തിക്കൂ. ആ പയ്യനെ കുറ്റം പറയുന്നവരും അല്ലെ ആ പയ്യൻ എന്തോ വലിയ അഹങ്കാരം കാണിച്ചെന്നൊക്കെ പറയുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടിലാണ് ഇതുപോലൊരവസ്ഥ വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലേ പ്രതികരിക്കത്തുള്ളൂ. അതുതന്നെ ആ ഒരു പയ്യനും ചെയ്തിട്ടുള്ളൂ. അവിടെ സലിം കുമാറിൻ്റെ മകൻ മാധ്യമങ്ങളെയൊക്കെ ആക്ഷേപിച്ചു, അല്ലെ ഓൺലൈൻ ചാനലുകാരുടെ അടുത്ത് ഒച്ചയിട്ടു, ബഹളം വെച്ചു, അഹങ്കാരം മറ്റതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ ആ ഒരു പയ്യനെതിരായിട്ടുള്ള സൈബർ ബുള്ളിങ് നടക്കുകയാണ്. സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം, എവിടെ എന്തുണ്ടായാലും മരണം ആയിക്കോട്ടെ എന്താന്ന് പറഞ്ഞാൽ കുറേ ഓൺലൈൻ ചാനലുകാരുണ്ട്. ഈ കഴിഞ്ഞിടെ നമുക്കറിയാം ശ്രീനിവാസൻ മരിച്ച സമയത്താണെങ്കിൽ പോലും ഇതുപോലെ തന്നെയാണ്. കുറേ ഓൺലൈൻ ചാനലുകാർ ക്യാമറയും ഫോണും അല്ലെങ്കിൽ ക്യാമറയും എല്ലാം തൂക്കി ചെന്ന് നിന്നിട്ട് ഓരോ ആൾക്കാർ വരുന്നതും പോകുന്നതും മരിച്ചു കിടക്കുന്ന ആളിൻ്റെ ബന്ധുക്കൾ കരയുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ എല്ലാം എടുത്ത്
സോഷ്യൽ മീഡിയയിൽ അതാത് സമയത്ത് ഇടുന്നുണ്ട്. ഇന്നലെ രാവിലെ മുതൽ മീഡിയക്കാരവിടെ ഉണ്ട്. അവസാനം ആ കർമ്മങ്ങൾ ചെയ്യണ്ടേ, അതിന് പോലും സമ്മതിക്കാതെ കുറേ എണ്ണങ്ങൾ അങ്ങോട്ട് ഉന്തി തിക്കി കയറുകയാണ്. ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോഴാണെങ്കിൽ പോലും കുറേ മീഡിയക്കാർ ഇതുപോലെ തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, നിങ്ങൾ മാറിക്കൊടുക്ക്. അതുപോലെ തന്നെ പിഷാരടിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് സൗകര്യം ചെയ്ത് കൊടുക്കുക, അവരവർ ചടങ്ങുകളൊന്നും ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ മീഡിയക്കാർ ഇങ്ങനെ തിക്കും തിരക്കും വെക്കുന്നത്? അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ആര് മരിച്ചാലും എന്തുണ്ടായാലും അവർക്ക് വീഡിയോസ് എടുക്കണം, അവർക്ക് അവരുടെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അവരങ്ങ് തിക്കും തിരക്കും വെച്ച് അങ്ങ് കയറുക. ഇനിയെങ്കിലും ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസിനെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് അനുവദിക്കാതിരിക്കുക. ഒരു പരിധി വരെയൊക്കെ ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസിനെ ഇതുപോലുള്ള മരണച്ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇതൊരു സിനിമാ നടനാണല്ലോ മരിച്ചത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ നിന്നുള്ള നടന്മാരൊക്കെ എത്തും. അപ്പോൾ അതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ അപ്പം ഇടണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പം ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള ചാനലുകാരൊക്കെ അവർ അതിൻ്റേതായിട്ടുള്ളൊരു പക്വത കാണിച്ചിട്ടാണ് അവരവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത്. പക്ഷേ ഇത് കുറേ ഓൺലൈൻ മീഡിയാസ് ക്യാമറയും അതും ഇതുമൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് അങ്ങ് തള്ളി ഇടിച്ച് കയറുക. അവസാനം ആ ചെറുക്കൻ പ്രതികരിച്ചപ്പോൾ അത് വലിയ കുറ്റമായി. അവൻ അഹങ്കാരം കാണിച്ചു, മറ്റതാണ് മറിച്ചതാണ്. ആ പയ്യനെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഇതുപോലുള്ള വിവരവും ബുദ്ധിയില്ലാത്ത കുറേ മലയാളികളുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. സാഹചര്യം എന്താണ് എന്ന് പോലും നോക്കാതെ അങ്ങ് കമൻ്റ് ഇടുകയാണ്. അതുകൊണ്ടാ